നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിലെ CPM നേതാക്കളുടെ കൊട്ടേഷൻ മാഫിയ ബന്ധം CBI അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മനുവിന്റെ വെളിപ്പെടുത്തൽ ഗൌരവമേറിയത്. ജയരാജന്മാർക്കും പിണറായിക്കും സ്തുതി പാടുകയാണ് MB ഗോവിന്ദനെന്നും മാർട്ടിൻ ജോർജ്. കലിതുള്ളി കാലവർഷം ജില്ലയിൽ ഉടനീളം നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ചൊക്ലിയിൽ കൂറ്റൻമരം കടപുഴകി കാറുകൾക്ക് മേൽ വീണു. പയ്യാമ്പലത്ത് പുലിമുട്ടും തകർന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരും. മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും വ്യാപാരികൾ. MB രാജേഷിന്റെ വ്യാപാര വിരുദ്ധ സമീപനം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് രാജു അപ്സര. യോഗത്തിൽ പുതിയ ഭാരവാഹി തെരഞ്ഞെടുക്കും. വാർത്തകൾ വിശദമായി. കണ്ണൂരിലെ CPM നേതാക്കളുടെ കൊട്ടേഷൻ മാഫിയ ബന്ധം CBIയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. DYFI നേതാവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ M ഷാജറിനെ കുറിച്ച് നേതൃത്വത്തിന് പരാതി നൽകി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മനു തോമസ് നൽകിയ വെളിപ്പെടുത്തലുകൾ ഗൌരവകരമാണെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇതൊക്കെ ആരുടെ നിർദ്ദേശാനുസരണമാണ്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? കണ്ണൂർ എയർപോർട്ടിലൂടെ കടന്നു പോകുന്ന കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്തിൻ്റെ ഒക്കെ യഥാർത്ഥ ഉറവിടം ആരാണ്? ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ സത്യസന്ധമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയമായി വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. P ജയരാജനെ പറ്റി പറയുന്നു, V ജയരാജനെ പറ്റി പറയുന്നു, MV ജയരാജനെ പറ്റി, ജയരാജന്മാരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയകളിൽ അവർ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭരിക്കുന്നത് CPM ആയതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല. കൃത്യമായ അന്വേഷണം നടത്തണം. ഒരു സമയം MV ജയരാജൻ പോരാളി ഷാജിക്കെതിരെ പറയുന്നു. പോരാളി ഷാജി എന്ന് പറയുന്നത് ആരാണെന്ന് പോരാളി ഷാജിയാരെ തിരിച്ചു പറയുന്നത് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് ജില്ലാ കമ്മിറ്റി അംഗം പരാതി പറഞ്ഞ ഒരാളെ പിണറായി വിജയൻ സർക്കാർ യുവജന കമ്മീഷൻ ചെയർമാനാക്കിയത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു കാലത്ത് CPM വളർത്തിയ കൊട്ടേഷൻ സംഘങ്ങളും സൈബർ ഗുണ്ടകളും പാർട്ടിയെ വിഴുങ്ങുകയാണ്. ജയരാജന്മാർക്കും പിണറായി വിജയനും വാഴ്ത്തുപാട്ട് പാടുകയാണ് MB ഗോവിന്ദൻ. CPMന്റെ കണ്ണൂർ ലോബി തകർന്നെന്നും ചെറുപ്പക്കാരുടെ പിന്തുണയുള്ള മനു തോമസിനെ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് കൊലവിളി നടത്തുകയാണ്. കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ ബന്ധം പുറത്തു കൊണ്ടുവരാൻ CBIയുടെ സമഗ്രാന്വേഷണം വേണമെന്നും കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. സൈബർ യുദ്ധം അവസാനിക്കുന്നില്ല. മനു തോമസും ആകാശ് തിലങ്കേരിയും അർജുൻ ആയങ്കിയും തമ്മിലുള്ള നവമാധ്യമ പോര് മൂർധന്യത്തിൽ. നേതാവാകാൻ അടികൊള്ളുന്നവനും അടികൊണ്ട് ചോര വാർന്ന് ജീവിതം പാർട്ടിക്ക് വേണ്ടി ഹോമിച്ച് നേതാവായവരും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്ന് അർജുൻ ആയങ്കിയും, എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ടെന്ന ഭീഷണിയുമായി ആകാശ് തിലങ്കേരിയും. എന്നാൽ അതേ നാണയത്തിൽ തന്നെ ഉത്തരം നൽകി മനു തോമസും. കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല, അതുകൊണ്ട് തെല്ലും ഭയമില്ലെന്നും മനു തോമസ് പ്രതികരിച്ചു. ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ് മനു തോമസ് എന്നാണ് അർജുൻ ആയങ്കിയുടെ ആരോപണം. സ്പഷ്ടമായി സംസാരിക്കാനും പ്രസംഗിക്കാനും അറിയുന്നവർക്ക്, പ്രത്യേകിച്ച് അവർ ന്യൂനപക്ഷമാണെങ്കിൽ, അവർക്കൊരു പ്രത്യേക പ്രിവിലേജ് ലഭിക്കും, സ്ഥാനമാനങ്ങൾ തേടിയെത്തും. ഇതാണ് ഇയാളെയും പാർട്ടിയിലേക്ക് ആകർഷിച്ചതെന്നും അർജുൻ ആയങ്കി പറയുന്നു. മനു തോമസിനെതിരെ P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ആകാശ് തിലങ്കേരിയും അർജുൻ ആയങ്കിയും മനുവിനെതിരെ പ്രതികരിച്ച് ഫേസ്ബുക്കിൽ തന്നെ രംഗത്തു വന്നത്. എന്നാൽ ആയങ്കിക്കും തില്ലങ്കേരിക്കും മറുപടി നൽകി മനു തോമസും രംഗത്തെത്തിയിട്ടുണ്ട്. കൊല്ലാനാവും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല, അതുകൊണ്ട് തെല്ലും ഭയമില്ലെന്നാണ് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളി ഭീഷണിയുമായി വന്നത് കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാർ ആണെന്നത് ആശ്ചര്യപ്പെടുത്തുന്നു. ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്നും മനു തോമസ് പറഞ്ഞു. കൊട്ടേഷൻ മാഫിയ സ്വർണ്ണ പണത്തിന്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ലെന്നും മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അത് നട്ടെല്ല് നിവർത്തി നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം, ഒറ്റക്കായാലും സംഘടനയിൽ നിന്ന് ആയാലും എന്നും മനു തോമസ് ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ട്. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവവും SSLC+2 വിജയികൾക്കുള്ള അനുമോദന സംഗമവും സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായൊരു ജോലി, സ്വന്തമായൊരു വരുമാനം, അത് നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. കാരണം ഇന്നത്തെ ഒരു സാമൂഹ്യ പരിസ്ഥിതിയിൽ ഒരുപാട് കാര്യങ്ങൾ പെൺകുട്ടികൾ അതിജീവിക്കേണ്ടതുണ്ട്. പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെ അഭിനന്ദനീയമാണ്. കരിക്കുലം കമ്മിറ്റി ചർച്ച ചെയ്തു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ പാഠപുസ്തകത്തിൽ കാണുന്നൊരു കാര്യം, അതിൽ കൃത്യമായിട്ട് അമ്മയുടെ ചിത്രം അച്ഛൻ്റെ ചിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ
അമ്മ അടുക്കളയിലാണ്, അമ്മയുടെ കയ്യിലേക്ക് പാല് കൊടുക്കുന്ന മകൻ്റെ ചിത്രം, അച്ഛൻ വിറക് കീറുന്ന അച്ഛൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇന്ന് പുതിയ തലമുറയിൽ പുതിയ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കളയിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം ഇരുന്നു കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മാറ്റത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പാഠഭാഗം തന്നെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ലത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി കെ ലീഷ്മ, പി അഷ്റഫ്, പി സി ആഷിഫ്, പി പി ബാബു, രംഗി രമേശ്, കെ വേണു തുടങ്ങിയവർ സംസാരിച്ചു. ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് നൽകി. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ബിജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. കണ്ണൂർ ജയിലിലെ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉത്തരവ് പുറത്തിറക്കിയത്. പ്രതിപക്ഷം വീണ്ടും വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനിരിക്കെയാണ് സർക്കാർ നീക്കം. നിയമസഭയിൽ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം ഉന്നയിക്കാനിരിക്കെയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് പുറത്തിറക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമാണ് സർവീസിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 3 പേർക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനായിരുന്നു സർക്കാർ നീക്കം. ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരാണ് പട്ടികയിലുള്ളത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തുവിടാനുള്ള നീക്കം പുറത്തു വന്നതോടെ രാഷ്ട്രീയ വിവാദത്തിനും തിരിതെളിച്ചിരുന്നു. ഹൈക്കോടതി വിധി മറികടന്നായിരുന്നു ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിലെ CPM നേതാക്കളുടെ കൊട്ടേഷൻ മാഫിയ ബന്ധം CBI അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മനുവിന്റെ വെളിപ്പെടുത്തൽ ഗൗരവമേറിയത്. ജയരാജന്മാർക്കും പിണറായിക്കും സ്തുതി പാടുകയാണ് MB ഗോവിന്ദനെന്നും മാർട്ടിൻ ജോർജ്. കലിതുള്ളി കാലവർഷം ജില്ലയിലുടനീളം നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ചൊക്ലിയിൽ കൂറ്റൻമരം കടപുഴകി കാറുകൾക്ക് മേൽ വീണു. പയ്യാമ്പലത്ത് പുലിമുട്ടും തകർന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരും. മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും വ്യാപാരികൾ. MB രാജേഷിന്റെ വ്യാപാര വിരുദ്ധ സമീപനം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് രാജു അപ്സര. യോഗത്തിൽ പുതിയ ഭാരവാഹി തെരഞ്ഞെടുക്കും. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മനം
Iravikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം 5 നിലകൾ 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. ജില്ലയിൽ മഴ കനക്കുന്നു. ചൊക്ലിയിൽ കൂറ്റൻ മരം പൊട്ടി വീണ് 2 കാറുകൾ തകർന്നു. റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം നടന്നത്. സമീപത്തെ വീടിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചൊക്ലി രജിസ്റ്റർ ഓഫീസിനടുത്താണ് അപകടമുണ്ടായത്. റോഡരികിൽ നിർത്തിയിട്ട 2 കാറുകൾ തകർന്നു. 2 ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടമുണ്ടായത്. റോഡിൽ ഈ സമയം മറ്റു വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. സമീപത്തെ വീടിന് നേരിയ കേടുപാടുകളുണ്ടായി. 2 കാറുകളും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പാനൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ചൊക്ലി പോലീസും സ്ഥലത്തെത്തി. ജില്ലയിൽ കാലവർഷത്തിൽ കനത്ത നാശനഷ്ടം. നിരവധി വീടുകൾ ആഞ്ഞുവീശിയ ചുഴലിക്കാറ്റിൽ തകർന്നു. വൈദ്യുതി തൂണുകളും ട്രാൻസ്ഫോമറുകളും കടപുഴകിയ മലയോരത്താണ് കനത്ത നാശനഷ്ടമുണ്ടായത്. നിരവധി വീടുകളാണ് ശക്തിയാർജിച്ച പേമാരിയിൽ തകർന്നത്. ഇതിനൊപ്പം കണ്ണൂരിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. പയ്യാമ്പലം ബീച്ചിലെ താഴ്ന്ന പ്രദേശങ്ങൾ കടലെടുത്തു. കോർപ്പറേഷൻ പുതുതായി നിർമ്മിച്ച പുലിമുട്ട് കനത്ത തിരമാലയിൽ തകർന്നു. പുലിമുട്ടിന്റെ ദൂരെ കടലിനോട് ചേർന്ന ഭാഗമാണ് തകർന്നത്. 2 ദിവസം മുൻപാണ് ഇവിടെ ചെറിയ തോതിൽ തകർച്ച കണ്ടു തുടങ്ങിയത്. ഈ ഭാഗങ്ങൾ മുഴുവൻ തിരയെടുക്കുകയായിരുന്നു. 3.5 കിലോമീറ്റർ ദൂരത്തിലുള്ള പയ്യാമ്പലം ബീച്ചിലെ പള്ളിയാമൂല വരെയുള്ള പല ഭാഗങ്ങളും കടലെടുത്തിട്ടുണ്ട്. പയ്യാമ്പലം ബീച്ചിലെത്തുന്ന സന്ദർശകരിൽ മിക്ക ആളുകളും കുടുംബസമേതം എത്തുന്നത് പുലിമുട്ട് ഭാഗത്താണ്. ഇവിടെ നിന്നാണ് കടൽ ഭംഗി ആസ്വദിക്കുന്നതും സെൽഫി എടുക്കുന്നതും. ശക്തമായ മഴയിൽ അപ്രതീക്ഷിതമായി കനത്ത തിരമാലകൾ ഉണ്ടാകുമെന്നതിനാൽ ഇവിടം സന്ദർശിക്കുന്നത് അപകടകരമാണെന്ന് ലൈഫ് ഗാർഡുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ മഴ കനത്തതിനാൽ പയ്യാമ്പലം ബീച്ചിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിലക്കുണ്ട്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കണ്ണൂർ കോർപ്പറേഷൻ പയ്യാമ്പലം പുലിമുട്ട് മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഉദയഗിരി കാർത്തികപുരത്ത് സ്കൂളിന്റെ മതിലിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയിലാണ് ഉദയഗിരി കാർത്തികപുരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിലിടിഞ്ഞു വീണത്. ആളപായമില്ല. 50 അടിയോളം ഉയരമുള്ള മതിലാണ് കഴിഞ്ഞ രാത്രിയിൽ നിലംപൊത്തിയത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂരിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജലാശയങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഗൂഗിൾ മാപ്പ് വീണ്ടും ചതിച്ചു. യുവാക്കൾ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും പുഴയിലേക്ക് വീണു. ഇത്തവണ കാസർഗോഡാണ് ഗൂഗിൾ മാപ്പ് നോക്കി കാറിലെത്തി യുവാക്കൾ പള്ളഞ്ചി പാണ്ടി റോഡിൽ പള്ളഞ്ചി ഫോറസ്റ്റിനുള്ള കൈവരിയില്ലാത്ത പുഴയിലേക്ക് മറിഞ്ഞത്. അമ്പലത്തറയിലെ അബ്ദുൾ റഷീദ്, 7 മൈലിലെ തഷ്രീഫ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇരുവരെയും ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയിലെ പള്ളഞ്ചി പാണ്ടി റോഡിൽ പള്ളഞ്ചി ഫോറസ്റ്റിലുള്ള കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാർ പുഴയിലേക്ക് മറിയുകയായിരുന്നു. മഴവെള്ളപ്പാച്ചിലിൽ കാർ ഒഴുകിപ്പോയി. കുറ്റിച്ചെടിയിൽ പിടിച്ചു നിന്ന അമ്പലത്തറ സ്വദേശികളായ 2 പേരെ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. പാണ്ടിവനത്തിൽ രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. അമ്പലത്തറ മുനമ്പം ഹൌസിൽ എം അബ്ദുൾ റഷീദ്, ബന്ധുവായ 7 മൈൽ അഞ്ചിലത്ത് ഹൌസിൽ എ തഷ്രീഫ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. പുഴയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഇരുവരും ഒഴുക്കിൽപ്പെട്ടതായിരുന്നു. വെള്ളത്തിൽ മരത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന ഇവരെ ഫയർഫോഴ്സ് സംഘം എത്തി കരക്കെത്തിക്കുകയായിരുന്നു. കർണാടക ഉപ്പിനങ്ങടിയിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഇരുവരും. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവർ യാത്ര ചെയ്തത്. പുലർച്ചെ ഇരുട്ടായതിനാൽ ഇവിടെ പാലവും ചാലും ഉള്ളതായി ഇവർ തിരിച്ചറിഞ്ഞില്ല. റോഡിലൂടെ വെള്ളം ഒഴുകുന്നതായി തെറ്റിദ്ധരിച്ച ഇവർ ചാലിലേക്ക് വീഴുകയായിരുന്നു. കാർ 150 മീറ്ററോളം ചാലിലൂടെ ഒഴുകിപ്പോയി. പിന്നീട് ഒരു പുഴവഞ്ചിയിൽ തട്ടി നിന്നപ്പോൾ ഇരുവരും കാറിന്റെ ചില്ലുകൾ താഴ്ത്തി പുറത്തു കടക്കുകയായിരുന്നു. ചാലിന്റെ നടുവിലുള്ള കുറ്റിച്ചെടിയിൽ പിടിച്ച് നിൽക്കുകയും ചെയ്തു. തുടർന്ന് ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയുമായിരുന്നു. ബന്ധുക്കൾ ഉടനെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയും 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇരുവരെയും രക്ഷപ്പെടുത്തുകയുമായിരുന്നു.
വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യവുമായി യുവാവ് എക്സൈസ് കസ്റ്റഡിയിൽ. തളിപ്പറമ്പ് പാലാക്കുളങ്ങര സ്വദേശി PV ജയേഷ് ആണ് അറസ്റ്റിലായത്. ഇയാളുടെ കൈവശം 4 ലിറ്റർ വിദേശ മദ്യമാണ് ഉണ്ടായിരുന്നത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് മന്ന പാലക്കുളങ്ങര ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ കൈവശം 4 ലിറ്റർ വിദേശ മദ്യവും ഉണ്ടായിരുന്നു. പ്രതിയായ PV ജയേഷിനെതിരെ അബ്കാരി കേസുകൾ നിലനിൽക്കുന്നുണ്ട്. റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ PR വിനീത്, P സൂരജ്, ഡ്രൈവർ അജിത് PV എന്നിവരും പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിലെ CPM നേതാക്കളുടെ കൊട്ടേഷൻ മാഫിയ ബന്ധം CBI അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മനുവിന്റെ വെളിപ്പെടുത്തൽ ഗൗരവമേറിയത്. ജയരാജന്മാർക്കും പിണറായിക്കും സ്തുതി പാടുകയാണ് MB ഗോവിന്ദനെന്നും മാർട്ടിൻ ജോർജ്. കലിതുള്ളി കാലവർഷം ജില്ലയിൽ ഉടനീളം നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ചൊക്ലിയിൽ കൂറ്റൻമരം കടപുഴകി കാറുകൾക്ക് മേൽ വീണു. പയ്യാമ്പലത്ത് പുലിമുട്ടും തകർന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരും. മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും വ്യാപാരികൾ. MB രാജേഷിന്റെ വ്യാപാര വിരുദ്ധ സമീപനം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് രാജു അപ്സര. യോഗത്തിൽ പുതിയ ഭാരവാഹി തെരഞ്ഞെടുക്കും. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. MyG ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി MyG ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര, കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാർ തൊട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ വ്യാപാരികൾക്കെതിരെ കൈക്കൊള്ളുന്ന മനുഷ്യത്വഹീനവും ജനവിരുദ്ധവുമായ നടപടികൾക്കെതിരെ ബാലറ്റ് ആയുധമാക്കി മറുപടി നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെയായി നമ്മുടെ പ്രശ്നങ്ങൾ നിരന്തരം നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവമാണ് നമ്മുടെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി രാജേഷിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിലെ വ്യാപാരികൾ അനുഭവിക്കുന്നത്. നമുക്കറിയാം, സഖാവ് പിണറായി വിജയൻ അറിയാം, കഴിഞ്ഞ 2 പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ വ്യാപാരികൾ പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. അതിന് കാരണമുണ്ട്. ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ വ്യാപാരികൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. ചെറിയ ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല, പലരും മറന്നുപോയി കാണും. വാറ്റ് കുടിശ്ശികയുടെ പേരിൽ ആത്മഹത്യകൾ, കടപരിശോധന പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കൽ, വാറ്റ് കുടിശ്ശികയുടെ പേരിൽ 100 കണക്കിന് വ്യാപാരികളിൽ നിന്ന് കച്ചവടം നിർത്തിപ്പോയ കാര്യം, നമ്മുടെ പെൻഷൻ 27 മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കാതിരുന്ന അടക്കം ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൻ്റെ വ്യാപാര വിരുദ്ധ സമീപനത്തെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, എസ് ദേവരാജൻ, അഹമ്മദ് ഷെരീഫ്, PC ജേക്കബ്, MK തോമസ് ഊട്ടി, അബ്ദുൽ ഹമീദ്, സണ്ണി പെമ്പള്ളിയിൽ, ലത്തീഫ് VM, AJ റിയാസ്, Y വിജയൻ, പുനത്തിൽ ബാഷിദ്, വനിതാ പ്രസിഡന്റ് നന്ദിനി എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും വ്യാപാരികൾ. പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ടാക്സ് അടക്കാൻ ഒറ്റ ദിവസം വൈകിയാൽ 200% പിഴ ചുമത്തുന്ന ഏക സംസ്ഥാനം കേരളമാണ്. മുഖ്യമന്ത്രി തങ്ങളോട് അനുഭാവപൂർവ്വം പെരുമാറുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നടപടികളുമായി ഒരു തരത്തിലും യോജിച്ചു പോകാനാവില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ EK നായനാർ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10-15 കോർപ്പറേറ്റ് കച്ചവടക്കാർക്കായി ചെറുകിട വ്യാപാരികളെ തകർക്കുന്ന നയമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നത്. പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ടാക്സ് അടക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. കാലാവധി സെപ്റ്റംബർ വരെ നീട്ടണമെന്നും അപ്സര രാജു പറഞ്ഞു. നമുക്കറിയാം, കച്ചവടക്കാർ കച്ചവടം നിർത്തി കൂട്ടിപ്പോകുന്ന സാഹചര്യത്തിൽ ആ 200% പെനാൽറ്റി കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും 25% ഉള്ളടക്കണം. ചുരുക്കി പറഞ്ഞാൽ സാധാരണ രീതിയിൽ ടാക്സുകൾ അടയ്ക്കാൻ നിർവാഹമില്ലാത്ത കച്ചവടക്കാർ ഈ വലിയ പെനാൽറ്റിയുടെ പുറത്ത് കച്ചവടം നിർത്തി പോവുക. അത് ആരെ സംരക്ഷിക്കാനാണ് എന്ന് എല്ലാവർക്കും അറിയാം. മന്ത്രിയുടെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കറിയാം. മന്ത്രി കണ്ടില്ലെന്ന് നടിക്കുന്നു, ആർക്കും ഇത് മനസ്സിലാകുന്നില്ലെന്ന് നടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ സമീപനം. തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സഹായിക്കാനുള്ളതല്ല. അതുകൊണ്ട് നിർബന്ധമായി നമുക്കറിയാം, സർക്കാർ ബിൽഡിങ്ങുകൾ ഒന്നും തന്നെ ടാക്സ് അടച്ചിട്ടില്ല. 1000-10,000 വ്യാപാരികൾ സർക്കാർ ബിൽഡിങ്ങിൽ വ്യാപാരം നടത്തുന്നുണ്ട്. അവർക്കൊന്നും ലൈസൻസ് എടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും 200% പെനാൽറ്റി, പിന്നെ അതിന്റെ പുറത്ത് പെനാൽറ്റി. അപ്പൊ ഇവയെല്ലാം ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും അത്യാവശ്യമായും സെപ്റ്റംബർ വരെ നീട്ടിക്കൊണ്ട് വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള സംഘടനയുമായി കൂടിയാലോചന നടത്തി ഞങ്ങൾ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ ശക്തമായ സമരം നടപ്പാക്കുന്നുണ്ട്. കാലാവധി നീട്ടിയില്ലെങ്കിൽ വ്യാപാരികൾ സമരരംഗത്ത് ഇറങ്ങും. കണ്ണൂരിലെ വ്യാപാരികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങും. ഇതിനായി 100 കോടി ജില്ലാ കമ്മിറ്റി നൽകുമെന്നും രാജു അപ്സര പറഞ്ഞു. ജില്ലാ പ്രസിഡന്റായി ദേവസ്യ മേച്ചേരിയും ജനറൽ സെക്രട്ടറിയായി പുനത്തിൽ ബാഷിദിനെയും ട്രഷററായി MP തിലകനെയും വീണ്ടും സമ്മേളനം തെരഞ്ഞെടുത്തു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിൽ ലഹരിക്കെതിരെ കനത്ത പോളിംഗ്. ഗ്രന്ഥാലയത്തിൽ പ്രത്യേകം സെറ്റ് ചെയ്ത പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ആദ്യ വോട്ട് രേഖപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ
ഒരു കുടുംബത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെ ആകെ തന്നെ ഭാവിയും അവരുടെ പ്രതീക്ഷയും എല്ലാം തന്നെ തകർക്കുന്ന ഒരു മാരകമായിട്ടുള്ള വസ്തുവാണ് ലഹരി. അത് മദ്യമായാലും പുകയില ആയി കഴിഞ്ഞാലും അതുപോലെ ഏറ്റവും പുതിയ നമ്മുടെ കഞ്ചാവൊക്കെ മാറി MDMA പോലെയുള്ള മാരകമായ ഇതൊക്കെ തന്നെ പലതരത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ പലതരം അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട്. അതായത് മദ്യപാനം നിർത്തിയിട്ട് അവരെ ഉണ്ടാക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തിയിട്ട് 8ാമത്തെ വീടാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരിപ്പോ പറയുന്നത് വീട് നിർമ്മിക്കലാണ് ലഹരി. നമുക്കെല്ലാം ജീവിതമാണ് ലഹരി. ഈ ജീവിക്കുകയാണ്, നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുക, കൂട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കുക, യാത്ര ചെയ്യുക, ഇതെല്ലാം ഏറ്റവും ലഹരി നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. തലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഇപ്പൊ കുട്ടികളെ മുതൽ അങ്ങോട്ടേക്ക് അവര് ലഹരി വിൽപ്പന നടത്തിക്കൊണ്ട് വരുമാനം. ജീവിതമാണ് ലഹരി, ലഹരിയാണ് ജീവിതം എന്നീ 2 ചിഹ്നങ്ങളിലായിരുന്നു മത്സരം. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവരും ബാലറ്റ് പേപ്പറിൽ ജീവിതമാണ് ലഹരിക്ക് വോട്ടിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. കൈക്കുഞ്ഞുങ്ങളെ കയ്യിലേന്തി ക്യൂവിൽ അണിനിരന്ന ആതിര സുധീഷും സുനിതാമണിയും ക്യൂവിലെ ശ്രദ്ധാകേന്ദ്രമായി. 1ാം പോളിംഗ് ഓഫീസറായി PV വിജയനും പ്രിസൈഡിംഗ് ഓഫീസറായി ശശിധരൻ ആലപ്പടമ്പനും പ്രവർത്തിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ റിട്ടേണിംഗ് ഓഫീസറായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ AV രമണിയാണ് മുഖ്യ വരണാധികാരി. TK ചന്ദ്രൻ, KP പവിത്രൻ, NV രാമചന്ദ്രൻ, P ഗീത, AV സീമ, K അനിത എന്നിവർ വോട്ടെണ്ണലിന് നേതൃത്വം നൽകി. പ്രിസൈഡിംഗ് ഓഫീസർ നൽകിയ നാരങ്ങാ മിഠായിയും ലഹരി വിരുദ്ധ കുറിപ്പും പോളിംഗിലെ മറ്റൊരു സവിശേഷതയായി. അടിയന്തരാവസ്ഥയുടെ 49ാം വാർഷികത്തിൽ അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടിംസിന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ മേഖലാ സെമിനാർ സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ RSS പ്രാന്ത് സംഘചാലക് അഡ്വക്കേറ്റ് KK ബൽറാം ഉദ്ഘാടനം ചെയ്തു. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ വിഷയം അവതരിപ്പിച്ചു. പറയാനുള്ള പ്രത്യേകിച്ച് ഒട്ടും എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ആവശ്യമില്ല. ഞാൻ ദാമോദരനോട് പറഞ്ഞിരുന്നു. കാരണം അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംഭവം, അതിനെ തുടർന്ന് രാജ്യത്തുടനീളം ഉണ്ടായിട്ടുള്ള നടപടികൾ, അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടത്തിന് അണിയറയിലും മുൻനിരയിലും നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, ആ സമര പരമ്പരകൾ, അതിനെതിരെ ഭരണകൂടം അഴിച്ചുവിട്ടിട്ടുള്ള ഇന്നുവരെ കണ്ടിട്ടുള്ള ബ്രിട്ടീഷുകാർ പോലും കാണിക്കാത്ത തരത്തിലുള്ള നിഷ്ഠൂരമായ മർദ്ദനമുറകൾ, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ഐതിഹാസികമായ 2ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷണമായ നാടുകളിലെ കനൽ വഴികളിൽ കൂടി കടന്നു വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊരു പഠനവും ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടറിയാം 2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഞാൻ വന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട്ടിലെ നമ്മുടെ പഴയ ജനസംഘത്തിൻ്റെ കാലം മുതലുള്ള സഹപ്രവർത്തകരുടെ ഭാരതീയ ജനസംഘത്തിൽ 75 മുമ്പുള്ളതാണ്. K ശിവദാസ് അധ്യക്ഷത വഹിച്ചു. N ഹരിദാസ്, A ദാമോദരൻ, V രവീന്ദ്രൻ, AP അഹമ്മദ്, ഷാജി പാണ്ഡ്യാല, C രഘുനാഥ്, ML അശ്വിനി, KN നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൃഷിഭവൻ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് FPO കുറ്റ്യാട്ടൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV റെജി ഉദ്ഘാടനം ചെയ്തു. തരിശുരഹിത പഞ്ചായത്ത് എന്നുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം ജനകീയാസൂത്രണ പദ്ധതി മുഖേന പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയും അതോടൊപ്പം തന്നെ 24-25 വാർഷിക പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ വീട്ടിലും പച്ചക്കറി തൈ വിതരണം എന്ന പദ്ധതിയും കൂടി നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവരും കൃഷിയിലേക്ക്, ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അതാണ്, എല്ലാവരും കൃഷിയിലേക്ക് എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എല്ലാവരും കൃഷി ചെയ്യുമ്പോൾ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് വരും. അതോടൊപ്പം തന്നെ നടീൽ വസ്തുക്കളുടെ കൈമാറലും ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ പലരുടെ വീട്ടിലും പല നടീൽ വസ്തുക്കൾ ആവശ്യത്തിനും അധികം ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ മേഖലയിലുള്ള വിവിധ കർഷകർക്ക് കൊടുക്കുമ്പോൾ എല്ലാവരിലേക്കും അത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. നമ്മളറിയാം കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ പദ്ധതിയുമായി നമ്മള് ഹരിതകേരള ജില്ലാ ഹരിതകേരള മിഷനും അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കൂടി സംയോജിച്ചുകൊണ്ട് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നെറ്റ് സീറോ കാർബൺ പദ്ധതിയിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ ഈ രീതിയിലുള്ള കൃഷികളും മറ്റും വരുമ്പോൾ നമുക്കറിയാം ജൈവ കൃഷിയിലേക്ക് കൂടി നമ്മുടെ പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾ തരിശില്ലാതെ
സ്വയം പര്യാപ്തതയിലേക്ക് വരുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കൃഷിഭവന്റെയും വകുപ്പിന്റെയും കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കർഷകരുടെയും എല്ലാവരുടെയും കൂട്ടായ്മയോടെ കൂടെ നടക്കും. അതോടൊപ്പം നമ്മുടെ കുടുംബശ്രീ CDSന്റെ JLG ഗ്രൂപ്പും ഉൾപ്പെടെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൃഷിക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനം നമ്മുടെ കൃഷി ഓഫീസിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ കർഷകർക്ക് കിട്ടുന്നുണ്ട്. SMH പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മഴമറയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പ്രസിഡന്റ് നിജിലേഷ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. കർഷകർക്ക് നടീൽ വസ്തുക്കളുടെ പരസ്പര കൈമാറ്റവും വിൽപ്പനയും നടത്തുവാനും കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, പുതിയ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തൽ എന്നിവയാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മാംഗോ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ VO പ്രഭാകരനും പറഞ്ഞു. കുറ്റ്യാട്ടൂർ കൃഷി ഓഫീസർ AK സുരേഷ് ബാബു, ഇരിക്കൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ K സ്വപ്ന, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KC അനിത, CDS ചെയർപേഴ്സൺ C ബിന്ദു, വാർഡ് മെമ്പർ ശശിധരൻ, വിനീത തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 1 ഗ്രാം സ്വർണം 6575 രൂപ, പവന് 52,600 രൂപ, വെള്ളി 95 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര തീരം മുതൽ മധ്യ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയും കേരള തീരത്ത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതുമാണ് കനത്ത മഴയ്ക്ക് കാരണം. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ ലഭിക്കുന്ന അതിശക്തമായ മഴയാണ് ഓറഞ്ച് അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിച്ചത്. ജാഗ്രതയുടെ ഭാഗമായി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. വെള്ളിയാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലും കർണാടക തീരത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിലെ CPM നേതാക്കളുടെ കൊട്ടേഷൻ മാഫിയ ബന്ധം CBI അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. മനുവിന്റെ വെളിപ്പെടുത്തൽ ഗൗരവമേറിയത്. ജയരാജന്മാർക്കും പിണറായിക്കും സ്തുതി പാടുകയാണ് MB ഗോവിന്ദനെന്നും മാർട്ടിൻ ജോർജ്. കലിതുള്ളി കാലവർഷം ജില്ലയിൽ ഉടനീളം നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ചൊക്ലിയിൽ കൂറ്റൻമരം കടപുഴകി കാറുകൾക്ക് മേൽ വീണു. പയ്യാമ്പലത്ത് പുലിമുട്ടും തകർന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരും. മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും വ്യാപാരികൾ. MB രാജേഷിന്റെ വ്യാപാര വിരുദ്ധ സമീപനം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് രാജു അപ്സര. യോഗത്തിൽ പുതിയ ഭാരവാഹി തെരഞ്ഞെടുക്കും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.